This video is on the topic a stable multivibrator using op-amp. So നമുക്ക് എല്ലാവർക്കും അറിയാം op-amp operational amplifier ആണ്, which is used for mathematical calculations like addition, subtraction, integration, differentiation, etc. അപ്പം ഈ ഒരു വീഡിയോയിൽ ഈ op-ampൻ്റെ സ്റ്റേബിൾ മൾട്ടിവൈബ്രേറ്റർ ആയി വർക്ക് ചെയ്യാനുള്ള ഒരു പ്രോപ്പർട്ടിയാണ് ഇവിടെ കാണിക്കുന്നത്. സോ പോസിറ്റീവ് ടെർമിനലിൽ ഒരു വോൾട്ടേജ് ഡിവൈഡർ സർക്യൂട്ട് ഫീഡ്ബാക്ക് ചെയ്ത് കണക്ട് ചെയ്തിട്ടുണ്ട്. നെഗറ്റീവ് ടെർമിനലിൽ ഇൻപുട്ട് സൈഡിൽ ഒരു കപ്പാസിറ്ററും ഫീഡ്ബാക്ക് സൈഡിൽ ഒരു റെസിസ്റ്ററുമാണ് വെച്ചിട്ടുള്ളത്. അപ്പോൾ നമുക്കറിയാം സ്റ്റേബിൾ വൈബ്രേറ്റർ എന്ന് വെച്ചിട്ടുണ്ടെങ്കിൽ വിച്ച് ഇസ് എ ഫ്രീ റണ്ണിങ് ഓസിലേറ്റർ അല്ലെങ്കിൽ ഒരു സ്ക്വയർ വേവ് ജനറേറ്റർ എന്നാണ് വിളിക്കുക. ബിക്കോസ് അത് ജനറേറ്റ് ചെയ്യുന്ന ഔട്ട്പുട്ട് എന്ന് പറയുന്നത് ഒരു സ്ക്വയർ വേവ് ആയിരിക്കും. പിന്നെ ഇൻപുട്ട് കൊടുക്കാതെയാണ് ഇത് ഔട്ട്പുട്ട് ജനറേറ്റ് ചെയ്യുന്നത്. സോ അതിനെ വിളിക്കുന്നത് ഫ്രീ റണ്ണിങ് ഓസിലേറ്റർ എന്നും കൂടി വിളിക്കുന്നുണ്ട്. സോ ഇതിൻ്റെ വർക്കിങ്ങിലേക്ക് കടക്കുകയാണെങ്കിൽ ഇതിലെ രണ്ട് ഇൻപുട്ടാണ് പോകുന്നത്. നമുക്കറിയാം op-ampന് രണ്ട് ഇൻപുട്ടാണുള്ളത്. ആ ഇൻപുട്ടിൻ്റെ ഡിഫറൻസിനെ ആംപ്ലിഫൈ ആണ് op-amp ചെയ്യുക. സോ ഇതിൽ രണ്ട് ഇൻപുട്ട്, നെഗറ്റീവ് ടെർമിനലിലെ ഇൻപുട്ടിനെ നമ്മൾ VN എന്ന് നോട്ട് ചെയ്തിട്ടുണ്ട്. പോസിറ്റീവ് ടെർമിനലിലത് VP ആണെന്ന് നോട്ട് ചെയ്തിട്ടുണ്ട്. ഈ VP എന്നുള്ള ടെർമിനലിലേക്ക് വരുന്ന വോൾട്ടേജ്, ഈ V റെഫറൻസും ഈ VPയും സെയിം തന്നെയാണ്. അപ്പോൾ ഈ ഒരു വോൾട്ടേജ് കണ്ടുപിടിക്കാൻ വേണ്ടിയിട്ട് ഒരു വോൾട്ടേജ് ഡിവൈഡർ സർക്യൂട്ട് ആണ് പോസിറ്റീവ് ടെർമിനലിലേക്ക് കണക്ട് ചെയ്തിരിക്കുന്നത്. സോ ഇവിടെ വരുന്നൊരു വോൾട്ടേജ് എന്ന് പറയുന്നത് ഈ ഒരു സർക്യൂട്ടിൽ കൂടി കടന്നു പോയിട്ടുള്ള വോൾട്ടേജ് ആയിരിക്കും. സോ നമുക്കറിയാം ഔട്ട്പുട്ട് ഒന്നില്ലെങ്കിൽ പോസിറ്റീവ് സാച്ചുറേഷനിലോട്ടാണ് പോവുക, അല്ലെങ്കിൽ നെഗറ്റീവ് സാച്ചുറേഷനിലേക്ക്. ഒരു സ്ക്വയർ വേവ് ഉണ്ടാകുമ്പോൾ നമുക്കറിയാം, ഒരു സ്ക്വയർ വേവ് എന്ന് പറഞ്ഞിട്ടുണ്ടെങ്കിൽ അതിൻ്റെ ഔട്ട്പുട്ട് മാക്സിമം സാച്ചുറേറ്റഡ് വോൾട്ടേജിലേക്ക് എത്തുള്ളൂ. അതായത് ഏകദേശം ഒരു 13-14 വോൾട്ടേജിലോട്ട്. നെഗറ്റീവ് സാച്ചുറേഷൻ എന്ന് പറഞ്ഞാൽ -14-13 വോൾട്ടേജിലോട്ടാണ് വരിക. സോ ഈ ഔട്ട്പുട്ടിൽ വരുന്ന വോൾട്ടേജിനെ ഈ വോൾട്ടേജ് ഡിവൈഡർ സർക്യൂട്ട് വെച്ച് ഡിവൈഡ് ചെയ്തിട്ട് അതാണ് എങ്ങോട്ട് കൊടുക്കുന്നത്, VP, അതായത് പോസിറ്റീവ് ടെർമിനലിലോട്ട് കൊടുക്കുന്നത്. അപ്പോൾ VP എന്ന് പറഞ്ഞാലും V റെഫറൻസ് എന്ന് പറഞ്ഞാലും സെയിം ഫാക്ടർ തന്നെയാണ്. സോ അത് കണ്ടുപിടിക്കുക എങ്ങനെയാണെന്ന് വെച്ചാൽ, ഇപ്പോൾ ഔട്ട്പുട്ട് പ്ലസ് VSAT ആണെന്ന് വിചാരിക്കുക. മേ ബി ഔട്ട്പുട്ട് പോസിറ്റീവ് ഔട്ട്പുട്ടാണ് നമുക്ക് കിട്ടിയത്. ദാറ്റ് മീൻസ് ഔട്ട്പുട്ട് പ്ലസ് VSAT ആണ്. അങ്ങനെയാണെങ്കിൽ ഈ VP എന്ന് പറഞ്ഞ ടെർമിനലിൽ വരുന്ന വോൾട്ടേജ് എന്ന് പറയുന്നത് വോൾട്ടേജ് ഡിവൈഡർ റൂൾ അനുസരിച്ച് VSAT, ഔട്ട്പുട്ട് വോൾട്ടേജ് ആയിട്ടുള്ള VSAT ഇൻറ്റു വോൾട്ടേജ് ഡിവൈഡ് ചെയ്യുന്ന റൂള് R1 ഡിവൈഡഡ് ബൈ ടോട്ടൽ റെസിസ്റ്റൻസ് R1 പ്ലസ് R2. ഓക്കെ, ഈ റെഫറൻസ് വോൾട്ടേജ് എന്ന് പറഞ്ഞാൽ R1ൻ്റെ അക്രോസ് എടുക്കുന്ന വോൾട്ടേജ് ആണ് അല്ലേ. സോ അപ്പോൾ അത് കണ്ടുപിടിക്കാൻ വേണ്ടി എന്ത് ചെയ്യുക, R1ൻ്റെ അക്രോസ് ആണ് വോൾട്ടേജ് എടുക്കുന്നത്. സോ R1 ഡിവൈഡ് ബൈ ആ ഒരു ബ്രാഞ്ചിലുള്ള ടോട്ടൽ റെസിസ്റ്റൻസ് R1 പ്ലസ് R2 ഇൻറ്റു ടോട്ടൽ വോൾട്ടേജ്. ഏത് വോൾട്ടേജ് എന്നാണ് വരുന്നത്, വി ഔട്ട് പ്ലസ് VSAT ആവുമ്പോൾ ഉള്ള VP അല്ലെങ്കിൽ V റെഫറൻസ്. സോ VSAT ഇൻറ്റു R1 ഡിവൈഡ് ബൈ R1 പ്ലസ് R2. ഇത് ആദ്യം അറിഞ്ഞിരിക്കുക. സോ ഈ R1 ബൈ R1 പ്ലസ് R2 എന്നുള്ള ടേമിനെ നമുക്ക് എങ്ങനെ മാറ്റി എഴുതാം, ബീറ്റ എന്ന് മാറ്റി എഴുതാം. ബീറ്റ എന്ന് വെച്ചിട്ടുണ്ടെങ്കിൽ ഫീഡ്ബാക്ക് ഫാക്ടറാണ്. ഓക്കെ, അപ്പോൾ ഇത്രയും വലിയൊരു ടേമിനെ നമ്മളൊരു സിംഗിൾ ടേം ബീറ്റ എന്നുള്ള ടേം വെച്ച് റീപ്ലേസ് ചെയ്തു. സോ നമുക്കിനി അതിനെ ബീറ്റ VSAT എന്ന് വിളിക്കാം. ഇഫ് ഔട്ട്പുട്ട് പ്ലസ് VSAT ആണെങ്കിൽ റെഫറൻസ് വോൾട്ടേജ് വരുന്നത് ബീറ്റ VSAT ആയിരിക്കും. ഇനി ഔട്ട്പുട്ട് മൈനസ് VSAT ആണെങ്കിൽ ഇവിടെ വരുന്ന റെഫറൻസ് വോൾട്ടേജ് മൈനസ് ബീറ്റ VSAT ആയിരിക്കും. അപ്പോൾ ഒന്നില്ലെങ്കിൽ പ്ലസ് ബീറ്റ VSAT അല്ലെങ്കിൽ മൈനസ് ബീറ്റ VSAT. ഇനി അടുത്ത കണ്ടീഷനിലോട്ട് നോക്കാം. ഇനി രണ്ട് ടെർമിനലുണ്ട്, VP ഉണ്ട്, VN ഉണ്ട്. ഓക്കെ, നെഗറ്റീവ് ടെർമിനലിലെ വോൾട്ടേജിനെ നമ്മൾ VN എന്നും പോസിറ്റീവ് ടെർമിനലിലെ വോൾട്ടേജിനെ VP എന്നാണ് ഡിനോട്ട് ചെയ്തിരിക്കുന്നത്. സോ ഇതിനെ കമ്പയർ ചെയ്തിട്ടാണ് ഇതിൻ്റെ ഔട്ട്പുട്ട് ജനറേറ്റ് ചെയ്യുന്നത് അല്ലേ. അപ്പോൾ കമ്പയർ ചെയ്യുമ്പോൾ ഏതെങ്കിലും ഒന്ന് കൂടാം, ഏതെങ്കിലും ഒന്ന് കുറയാം. സോ അങ്ങനെ കുറയുമ്പോൾ എന്ത് ഔട്ട്പുട്ട് വരും, കൂടുമ്പോൾ എന്ത് ഔട്ട്പുട്ട് വരും എന്നുള്ളതാണ് അടുത്ത കണ്ടീഷൻ നമ്മൾ ചെക്ക് ചെയ്യുന്നത്. അതിനുശേഷമാണ് ഈ ഒരു അസ്റ്റേബിളിൻ്റെ വർക്കിങ്ങിലോട്ട് കിടക്കുന്നത്. സോ ആദ്യം നമ്മൾ കരുതുകയാണ് VP, അതായത് പോസിറ്റീവ് ടെർമിനലിലെ വോൾട്ടേജ് ആണ് നെഗറ്റീവ് ടെർമിനലിലെ വോൾട്ടേജിനേക്കാൾ കൂടുതൽ, അതായത് പോസിറ്റീവാണ് കൂടുതൽ. അങ്ങനെയാണെങ്കിൽ ഔട്ട്പുട്ട് എന്തായിരിക്കും, പ്ലസ് VSATലോട്ടാണ് സ്വിച്ച് ചെയ്യുക. അതായത് പോസിറ്റീവ് ഹൈ ഔട്ട്പുട്ട് ആയിരിക്കും കാണിക്കുക, പ്ലസ് VSAT ആയിരിക്കും കാണിക്കുക. ഇനി ഈ VP ഈ VNനേക്കാൾ കുറവാണെങ്കിൽ, ദാറ്റ് ഈസ് VP ലെസ് ദാൻ VN ആണെങ്കിൽ ഔട്ട്പുട്ട് എന്ന് പറയുന്നത്, അതായത് നെഗറ്റീവ് ടെർമിനലിലെ വോൾട്ടേജ് ആണ് കൂടി നിൽക്കുന്നതെങ്കിൽ ഔട്ട്പുട്ടും നെഗറ്റീവ് ആയിരിക്കും. ദാറ്റ് ഈസ് അത് മൈനസ് VSATലോട്ട് സ്വിച്ച് ചെയ്യും, അതായത് മൈനസ് നെഗറ്റീവ് സാച്ചുറേഷൻ വോൾട്ടേജിലോട്ട് അത് സ്വിച്ച് ചെയ്യും. ഓക്കെ, ഇതാണ് ഇതിൻ്റെ രണ്ട് മെയിൻ കണ്ടീഷൻ. അപ്പോൾ നമുക്കിനി വർക്കിംഗ് പറയാം. അപ്പോൾ നമ്മൾ വിചാരിക്കുകയാണ്, ഇപ്പോൾ നെഗറ്റീവ് ടെർമിനൽ ഗ്രൗണ്ടിലോട്ട് കണക്ട് ചെയ്തിരിക്കുകയാണ്. സോ നെഗറ്റീവ് ടെർമിനലിലെ വോൾട്ടേജ് ഒന്നും തന്നെ ഇല്ല, അതായത് 0 വോൾട്ടേജ് ആണ്. കേസ് 1 ആയിട്ട് നമ്മൾ വിചാരിക്കുന്നത്. ആദ്യം തന്നെ നെഗറ്റീവ് ടെർമിനലിലെ വോൾട്ടേജ് 0 വോൾട്ട് ആണ്. അതേസമയം ഇത് അസ്റ്റേബിൾ മൾട്ടിവൈബ്രേറ്റർ ആണ്. സോ ഔട്ട്പുട്ട് ഒരു പോസിറ്റീവ് ഔട്ട്പുട്ട് ഉണ്ടെന്ന് വിചാരിക്കുക, അതാണ് ഫീഡ്ബാക്ക് ചെയ്യുന്നതെന്ന് വിചാരിക്കുക. ഓക്കെ, അതായത് ഇൻപുട്ട് കൊടുക്കാതെ തന്നെ ഔട്ട്പുട്ട് ജനറേറ്റ് ചെയ്യും. ഓക്കെ,
അപ്പം ഈ ഒരു വി ഔട്ട് ഒരു പ്ലസ് വി സാറ്റ് ആണ് നമ്മൾ കൺസിഡർ ചെയ്യുകയാണ് ചെയ്യുന്നത്. അപ്പോൾ എന്താണ്, ഒരു റെഫറൻസ് വോൾട്ടേജ് പോസിറ്റീവ് വി സാറ്റ് ഔട്ട്പുട്ട് ജനറേറ്റ് ചെയ്തുകൊണ്ട് തന്നെ എന്തുണ്ടാവുന്നുണ്ട്, റെഫറൻസ് വോൾട്ടേജ് ബീറ്റ വി സാറ്റായി മാറുന്നുണ്ട് അല്ലേ. അപ്പോൾ അത് വി പി എന്നുള്ള ടെർമിനലിൽ ഇപ്പോൾ ആര് വന്ന് എടുക്കുന്നുണ്ടാവും, ഈ ബീറ്റ വി സാറ്റ്, അതായത് വോൾട്ടേജ് ഡിവൈഡറിൽ കൂടെ ഈ വി ഔട്ട് ഇങ്ങനെ ഫീഡ്ബാക്ക് ചെയ്യുമ്പോൾ അത് ബീറ്റ വി സാറ്റ് ആയിട്ട് പ്ലസ് ടെർമിനലിൽ നിൽക്കുന്നുണ്ട്. നെഗറ്റീവ് ടെർമിനലാണെങ്കിൽ ഇപ്പോൾ 0 വോൾട്ട് ആണ്. സോ കമ്പാരബിളി ആരാണ് കൂടുതൽ, വി പി ആണ് കൂടുതൽ. സോ വി പി കൂടിക്കഴിഞ്ഞാൽ ഔട്ട്പുട്ട് പ്ലസ് വി സാറ്റ് ആണെന്ന് പറഞ്ഞു. അപ്പോൾ ഔട്ട്പുട്ട് സാച്ചുറേറ്റഡ് വോൾട്ടേജിലേക്ക് എത്തുമ്പോൾ എന്ത് സംഭവിക്കും, സാച്ചുറേറ്റഡ് വോൾട്ടേജിൽ എത്തുമ്പോൾ ഈ ഒരു കപ്പാസിറ്റർ ചാർജ് ചെയ്യാൻ തുടങ്ങും. ഓക്കെ, ഈ കപ്പാസിറ്റർ ചാർജ് ചെയ്യുമ്പോൾ ആ വോൾട്ടേജ് ഈ ഒരു നെഗറ്റീവ് ടെർമിനലിലേക്ക് എഫക്റ്റ് ചെയ്യും അല്ലേ. ഓക്കെ, ആ വോൾട്ടേജാണ് നെഗറ്റീവ് ടെർമിനലിൽ കാണിക്കുക. ഓക്കെ, അപ്പോൾ ഈ ഒരു പ്ലസ് വി സാറ്റ് ഔട്ട്പുട്ട് ആകുമ്പോൾ ഈ കപ്പാസിറ്റർ ചാർജ് ചെയ്യാൻ തുടങ്ങും. അങ്ങനെ ചാർജ് ചെയ്ത് ഇപ്പോൾ വി പിയിലെ വോൾട്ടേജ് എന്താണ്, ബീറ്റ വി സാറ്റ് ആണ് അല്ലേ. വി പിയിലെ വോൾട്ടേജ് ബീറ്റ വി സാറ്റ് ആണ്. വി എന്നിൽ 0 ആയിരുന്നു. ഈ സമയത്താണ് എന്ത് ചെയ്യുന്നത്, കപ്പാസിറ്റർ ചാർജ് ചെയ്യാൻ തുടങ്ങുന്നത്. അങ്ങനെ ഈ ഒരു കപ്പാസിറ്റർ ചാർജ് ചെയ്യുന്നത് വി സാറ്റിലോട്ടാണ് ചാർജ് ചെയ്യുന്നത് ത്രൂ റെസിസ്റ്റർ ആർ വഴി വി സാറ്റിലോട്ടാണ് ചാർജ് ചെയ്യുന്നത്. സോ അങ്ങനെ ചാർജ് ചെയ്ത് തൊട്ടപ്പുറത്തെ ടെർമിനലിലെ വോൾട്ടേജ് ബീറ്റ വി സാറ്റ് ആണ്. ആ ബീറ്റ വി സാറ്റ് എന്നുള്ള വോൾട്ടേജിനെ മറികടക്കുമ്പോൾ, അതായത് ഇയാൾ ചാർജ് ചെയ്ത് ഇയാളുടെ ഒരു പോയിന്റ് ബീറ്റ വി സാറ്റ് ആണ് അല്ലേ. അപ്പോൾ ആ ബീറ്റ വി സാറ്റ് എന്നുള്ള പോയിന്റ് ക്രോസ് ചെയ്യുമ്പോൾ ആര് കൂടി, വി എൻ എന്നുള്ള വോൾട്ടേജ് അപ്പോൾ കൂടി അല്ലേ. അപ്പോൾ വി പിന്നേക്കാളും കൂടുതൽ ആരായി മാറി, വി എൻ ആയി മാറി. അതായത് നെഗറ്റീവ് ടെർമിനലിലെ വോൾട്ടേജ് കൂടി. ബിക്കോസ് കപ്പാസിറ്റർ ചാർജ് ചെയ്ത് ബീറ്റ വി സാറ്റിനെ എക്സീഡ് ചെയ്തു. സോ അപ്പോൾ നെഗറ്റീവ് ടെർമിനലിലെ വോൾട്ടേജ് കൂടി. സോ നമ്മൾ പഠിച്ചിട്ടുണ്ട്, നെഗറ്റീവ് ടെർമിനലിലെ വോൾട്ടേജ് കൂടിക്കഴിഞ്ഞാൽ എന്താണ് ഉണ്ടാവുക, ഔട്ട്പുട്ട് മൈനസ് വി സാറ്റിലോട്ട് സ്വിച്ച് ചെയ്യും. സോ ഔട്ട്പുട്ട് എന്തായി, ഹൈയിൽ നിന്ന് ലോയിലേക്ക് സ്വിച്ച് ചെയ്തു. സോ അവിടെ ഒരു സ്ക്വയർ വേവ് ജനറേറ്റ് ആയിക്കൊണ്ടിരിക്കുകയാണ്. അപ്പോൾ ഈ നെഗറ്റീവിലേക്ക് സ്വിച്ച് ചെയ്യുമ്പോൾ ഔട്ട്പുട്ട് എന്ത് കിട്ടി, മൈനസ് ബീറ്റ വി സാറ്റ് അല്ലേ. അപ്പോൾ മൈനസ് വി സാറ്റ് ആണ് ഔട്ട്പുട്ടിൽ വരിക. സോ മൈനസ് വി സാറ്റ് ഔട്ട്പുട്ടിൽ വരുമ്പോൾ അത് ഫീഡ്ബാക്ക് ചെയ്ത് വി പി എന്തായി മാറിയിട്ടുണ്ടാവും, മൈനസ് ബീറ്റ വി സാറ്റ് അല്ലേ. അപ്പോൾ ഈ മൈനസ് വോൾട്ടേജ് ആകുമ്പോൾ കപ്പാസിറ്റർ ചാർജ് ചെയ്യുന്നത് അവിടെ സ്റ്റോപ്പ് ചെയ്തിട്ട് അതെന്ത് ചെയ്യും, ഡിസ്ചാർജ് ചെയ്യാൻ തുടങ്ങും ടുവേർഡ്സ് മൈനസ് വി സാറ്റ് എന്നുള്ള വോൾട്ടേജിലേക്ക്. ഇപ്പോൾ ഔട്ട്പുട്ട് എന്താണോ, ഔട്ട്പുട്ട് ഇപ്പോൾ മൈനസ് വി സാറ്റിലോട്ട് സ്വിച്ച് ചെയ്തു അല്ലേ. അപ്പോൾ ആ വോൾട്ടേജിലോട്ട് അത് ചാർജ് ചെയ്യാൻ തുടങ്ങും, അല്ലെങ്കിൽ ഡിസ്ചാർജ് ചെയ്യാൻ തുടങ്ങും എന്ന് പറയാം. മൈനസ് വി സാറ്റിലോട്ട് ഡിസ്ചാർജ് ചെയ്യാൻ തുടങ്ങും. അങ്ങനെ മൈനസ് ബീറ്റ വി സാറ്റിലോട്ട് ഡിസ്ചാർജ് ചെയ്യണം ഇയാൾ. കാരണം ഈ ഒരു ടെർമിനലിൽ മൈനസ് ബീറ്റ വി സാറ്റാണ്. അപ്പോൾ അത് കുറഞ്ഞ് മൈനസ് ബീറ്റ വി സാറ്റിനേക്കാളും താഴെ എത്തുമ്പോൾ, അപ്പോൾ ഇവിടെ ഹയറായി നിൽക്കുന്ന ആരാ, ബീറ്റ വി സാറ്റാണ് അല്ലേ. അപ്പോൾ പോസിറ്റീവ് ടെർമിനൽ എന്തായി മാറി, ഹയറായിട്ട് മാറി. അപ്പോൾ അഗെയിൻ എന്ത് ചെയ്യും, ഔട്ട്പുട്ട് ലോയിൽ നിന്ന് ഹൈയിലോട്ട് സ്വിച്ച് ചെയ്യും. അപ്പോൾ ഈ ഒരു പ്രോസസ്സ് ഇങ്ങനെ കണ്ടിന്യൂ ചെയ്തുകൊണ്ടേയിരിക്കും. ഓക്കെ, അപ്പോൾ ഇത്രയാണ് അസ്റ്റേബിൾ മൾട്ടിവൈബ്രേറ്ററിൻ്റെ ഓപ്പറേഷൻ എന്ന് പറയുന്നത്. സോ ഫസ്റ്റ് എന്താണ്, നെഗറ്റീവ് ടെർമിനലിൽ വോൾട്ടേജ് ഒന്നും തന്നെ ഉണ്ടായിരുന്നില്ല, 0 വോൾട്ട് ആയിരുന്നു. ആ സമയത്ത് ഔട്ട്പുട്ടിലുണ്ടാകുന്ന ചെറിയ വോൾട്ടിൻ്റെ ഫലമായിട്ട് വി പിയിൽ ചെറിയൊരു വോൾട്ടേജ് കാണിക്കും. സോ അത് കമ്പയർ ചെയ്യുമ്പോൾ കമ്പാരബിളി കൂടുതൽ പോസിറ്റീവ് ടെർമിനലിലെ വോൾട്ടേജ് ആണ്. സോ അതുകൊണ്ട് തന്നെ ഔട്ട്പുട്ട് പ്ലസ് വി സാറ്റിലോട്ട് സ്വിച്ച് ചെയ്യും. അതിൻ്റെ ഫലമായിട്ട് നമ്മുടെ വി പി ഒരു ബീറ്റ വി സാറ്റായിട്ട് മാറും. അങ്ങനെ കപ്പാസിറ്റർ ഈ സമയം ഫീഡ്ബാക്ക് റെസിസ്റ്റർ ആറിൽ കൂടെ ചാർജ് ചെയ്യാൻ തുടങ്ങും. അപ്പോൾ കപ്പാസിറ്ററിൽ ഈ ഒരു ടെർമിനലിൽ 0 വോൾട്ട് ആയിരുന്നു. അപ്പോൾ ഇത് ചാർജ് ചെയ്തുകൊണ്ടിരിക്കുകയാണ്. ചാർജ് ചെയ്ത് തൊട്ടപ്പുറത്തെ ടെർമിനലിലെ ബീറ്റ വി സാറ്റിനേക്കാൾ കൂടുമ്പോൾ മൈനസ് ടെർമിനലിലെ വോൾട്ടേജ് കൂടി. അപ്പോൾ എന്ത് ചെയ്തു, ഹൈ ആയിരുന്ന ഔട്ട്പുട്ട് ലോ എന്ന ഔട്ട്പുട്ട് സ്റ്റേറ്റിലേക്ക് സ്വിച്ച് ചെയ്യും. ലോ എന്ന ഔട്ട്പുട്ട് സ്റ്റേറ്റിലേക്ക് സ്വിച്ച് ചെയ്യുമ്പോൾ അഗെയിൻ ഈ ഒരു മൈനസ് വി സാറ്റ് എന്നുള്ള ടേം വെച്ചിട്ട് ഈ ഒരു വി പി എന്നുള്ള ടേം മൈനസ് ബീറ്റ വി സാറ്റായി മാറി. അപ്പോൾ കപ്പാസിറ്റർ ഡിസ്ചാർജ് ചെയ്യാൻ തുടങ്ങും മൈനസ് വി സാറ്റിലോട്ട്. അങ്ങനെ ഡിസ്ചാർജ് ചെയ്ത് ഈ മൈനസ് ബീറ്റ വി സാറ്റിനെക്കാട്ടും താഴെ പോകുമ്പോൾ അപ്പോൾ ഹൈ ആയി നിൽക്കുന്നത് ആരാ, മൈനസ് ബീറ്റ വി സാറ്റ്. സോ പ്ലസ് ടെർമിനലിൽ ആ ഒരു സമയത്ത് ഹൈ ആയിട്ട് വരും. അപ്പോൾ വീണ്ടും അഗെയിൻ ഔട്ട്പുട്ട് ലോയിൽ നിന്ന് വീണ്ടും ഹൈയിലോട്ട് സ്വിച്ച് ചെയ്യും. അപ്പോൾ ഇത്രയുമാണ് അസ്റ്റേബിൾ മൾട്ടിവൈബ്രേറ്ററിൻ്റെ ഓപ്പറേഷൻ വരുന്നത്. ഇനി അതിൻ്റെ ടോട്ടൽ ടൈം പീരീഡ് എന്ന് പറയുന്നത് ടി ഓൺ പ്ലസ് ടി ഓഫ് ആണ്. അതിൻ്റെ ഇക്വേഷൻ വന്നിട്ട് 2 × RC × ln 1 + ബീറ്റ ഡിവൈഡ് ബൈ 1 - ബീറ്റ. ഇതും കൂടി ഓർത്ത് വയ്ക്കുക. അപ്പോൾ ഇതാണ് ടോട്ടൽ ടൈം പീരീഡ് കണ്ടുപിടിക്കാനുള്ള ഇക്വേഷൻ. ഈ ഒരു സ്ക്വയർ വേവിൻ്റെ ടോട്ടൽ ടൈം പീരീഡ് ഡിപ്പെൻഡ് ചെയ്യുന്നത് ഈ ഒരു RC നെയാണ്.
റെസിസ്റ്ററിനെയും ഇതിലുള്ള കപ്പാസിറ്ററിനെയും ആണ് ഡിപ്പെൻഡ് ചെയ്യുന്നത്. സോ ആൻഡ് അഗെയിൻ ഇൻക്ലൂഡിങ് ബീറ്റേനെയും കൂടി. സോ അത് എഴുതുന്നത് 2RCln 1 + beta divided by 1 - beta. Hope you understand. Thank you.